ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 3 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മളെ ജീവിതത്തിൽ, നമ്മളെ വീട്ടിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കുഞ്ഞു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണെന്നും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയം, നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും വൈകിപ്പിക്കാൻ പറ്റാത്ത 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ ജീവിതത്തിൽ, നമ്മളെ വീട്ടിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ചാണ്. നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീക്കും അവസരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും വൈകിപ്പിക്കാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം നമ്മൾക്കൊക്കെ അറിയാം, അസ്വലാത്തു, നിസ്കാരമാണ്. നിസ്കാരം നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇസ്ലാം കാര്യം 5ആണ്. അതിൽ രണ്ടാമത്തേത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിന് കൃത്യമായ ഒരു സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. സുബ്ഹി നിസ്കാരത്തിനൊരു സമയമുണ്ട്. അത് ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്, വൈകിപ്പിക്കാൻ പാടില്ല. ളുഹ്ർ നിസ്കാരത്തിനൊരു സമയമുണ്ട്. അത് ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല. കുറച്ച് കഴിയട്ടെ, അല്പം കഴിയട്ടെ, അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിസ്കാരം പിന്തിപ്പിക്കാൻ പാടില്ല. അസ്ർ നിസ്കാരത്തിനൊരു സമയമുണ്ട്, മഗ്രിബ് നിസ്കാരത്തിനൊരു സമയമുണ്ട്, ഇശാ നിസ്കാരത്തിനൊരു സമയമുണ്ട്. ആ നിസ്കാരം വിട്ട് ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ കൃത്യമായ സമയങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ മദ്രസയിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉസ്താദുമാർ. ആ സമയം പാലിച്ചുകൊണ്ടാണ് നാം നിസ്കരിക്കേണ്ടത്. അതല്ലാതെ നിസ്കാരം കാരണമില്ലാതെ ഒരാൾ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ വൈകിപ്പിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ കാര്യം, നമ്മളെ പെൺമക്കൾക്ക് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത വർഷമാകാം, അവൾ പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളുടെ വിവാഹം ഒരിക്കലും രക്ഷിതാക്കൾ വൈകിപ്പിക്കാൻ പാടില്ല. അങ്ങനെ വൈകിപ്പിച്ച് അവരെങ്ങാനും തെറ്റിലേക്ക് പോയാൽ, അവിഹിത ബന്ധത്തിലേക്ക് പോയാൽ, വ്യഭിചാരത്തിലേക്ക് പോയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും പെൺമക്കളുടെ വിവാഹം നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. അള്ളാഹു മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ജനാദ സംസ്കരണമാണ്. ഇന്ന് പല വീടുകളിലും ജനാദ സംസ്കരണത്തിന് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കും. മയ്യത്തിനെ കുളിപ്പിക്കൂല്ല, കഫൻ ചെയ്യൂല. അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ചെയ്യാതെ അങ്ങനെ വൈകിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ ഉടനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും അവൻ്റെ മേൽ നിസ്കരിക്കുകയും അവനെ മറവ് ചെയ്യുകയും ചെയ്യണമെന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഫുഖഹാക്കൾ പഠിപ്പിച്ചു. ഇതിങ്ങനെ അനാവശ്യമായി വൈകിപ്പിക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അത് മയ്യത്തിനെ നിരുത്സാഹപ്പെടുത്തലാണ്.
അത് മയ്യത്തിനെ മോശമാക്കലാണ്. മയ്യത്ത് അതല്ല ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് തന്നെ മറവ് ചെയ്യാനും എൻ്റെ മേൽ കുളിപ്പിക്കാനും കഫൻ ചെയ്യുവാനാണ് ഒരു മയ്യത്ത് ആഗ്രഹിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇങ്ങനെ അയാൾ വരാണ്ട്, അടുത്ത ആൾ വരാണ്ട്, പിന്നത്തെ ആൾ വരാണ്ട് എന്ന് പറഞ്ഞിട്ട് വൈകിപ്പിക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ, നമ്മളെ വീട്ടിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കുഞ്ഞു സൂറത്ത് കൂടെ നമുക്ക് പഠിച്ച് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കാം. ഏതാണ് ആ കുഞ്ഞു സൂറത്ത്? ഈ സൂറത്ത് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല, പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല, അത് ചൊല്ലുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അത് കാണാതെ അറിയാം. ചെറുപ്പകാലം മുതൽ തന്നെ അത് കാണാതെ പഠിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ മജ്ലിസുകളിലും ഇൻഷാ അല്ലാ ആ സൂറത്ത് എല്ലാ ഉസ്താദുമാരും ഓതാറുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് പരിശുദ്ധ ഖുർആനിലെ കുഞ്ഞു സൂറത്താണ്, പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അള്ളാഹു അന്യാശ്രയമില്ലാത്തവനാണ്, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് ആരും പ്രസവിച്ചതല്ല, അള്ളാഹുവിന് മാതാപിതാക്കളില്ല. ഇതൊക്കെയാണ് ആ സൂറത്തിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ വിശേഷങ്ങൾ പറയുന്ന ഈ ഒരു സൂറത്ത് നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അള്ളാഹു ഇല്ലാതെയാക്കി തരികയാണ്. ഇനി ഒരാൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് സുബ്ഹാനല്ലാഹ് 2 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തികമായ പ്രയാസം അള്ളാഹു തീർത്തു തരും. നമ്മളെ വീട്ടിലുള്ള നമ്മളെ കുടുംബക്കാരുടെ സാമ്പത്തികമായ പ്രയാസവും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരികയാണ്. നമ്മളെ ജ്യേഷ്ഠന്മാരുടെ, അനിയന്മാരുടെ, അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ, നമ്മളെ മറ്റുള്ള കുടുംബക്കാരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരികയാണ്. ഖുൽ ഹുവല്ലാഹു സൂറത്ത് 2 പ്രാവശ്യം ഓതിയാൽ മതി. ഇനി ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു സൂറത്ത് 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവൻ്റെ സാമ്പത്തികമായ പ്രയാസവും അള്ളാഹു തീർത്തു കൊടുക്കും, അവൻ്റെ കുടുംബക്കാരുടെ സാമ്പത്തികമായ പ്രയാസവും അള്ളാഹു തീർത്തു കൊടുക്കും, അവൻ്റെ അയൽവാസികളുടെ സാമ്പത്തികമായ പ്രയാസവും അള്ളാഹു നീക്കിക്കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രയും പവറുള്ള ഒരു സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്തുൽ ഇഖ്ലാസ് മാത്രമാണ്. ചില സഹാബിമാര് നിസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിയിരുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ തന്നെ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുകയാണ്. ഒരു സഹാബി എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിനും സൂറത്തുൽ ഇഖ്ലാസ് ആയിരുന്നു ഓതിയിരുന്നത്. ആ കാരണത്താൽ ആ സഹാബി സ്വർഗത്തിലാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് സാമ്പത്തികമായ എല്ലാ പ്രയാസവും അകറ്റിത്തരട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മളെ ജീവിതത്തിലും മക്കളിലും കുടുംബത്തിലും അല്ലാഹു നൽകട്ടെ. ജോലിയിലേക്ക് അല്ലാഹു വലിയ ഉയർച്ച നൽകട്ടെ. ജോലിയിലേക്ക് അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു നല്ല ജോലി കൊടുക്കട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ്. കടം കാരണം ദിവസങ്ങളും മാസങ്ങളുമായി ശരിക്കും ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവർക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓതാനുള്ള ഓർമ്മ ശക്തിയും മനസ്സും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.